എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരാണ്. നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതീതിയായിരുന്നു മാർച്ച് 3rd വീക്ക് 4th വീക്കൊക്കെ. അതേസമയം നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും വീക്ക് ടു വീക്കും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയൊക്കെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റും വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം വീക്ക് ടു വീക്ക് നമ്മൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ മാസം മാർച്ച് എൻഡ് ചെയ്ത മാസം നമ്മൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയും സെൻസസും 6.3% ബെറ്റർ ആയിട്ടാണ്. നിഫ്റ്റിയും അതുപോലെ തന്നെ 5.76% ബെറ്റർ ആയിട്ടാണ് സെൻസെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വാല്യുവേഷൻ കംഫർട്ടബിൾ ലെവലിലേക്ക് എത്തിയതാണ്. അതോടൊപ്പം തന്നെ എമർജിങ് മാർക്കറ്റുകളിൽ ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ഇന്ത്യ തന്നെയാണ്. ഹയർ വാല്യുവേഷൻ ഉള്ളപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വാല്യുവേഷൻ കംഫർട്ടബിൾ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് വെള്ളിയാഴ്ച വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. $388.4 പെർ ഔൺസ് ആണ് പുതിയ റെക്കോർഡ് ഹൈ സ്പോട്ട് ഗോൾഡിൻ്റെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. $385.7 പെർ ഔൺസിനാണ്. സ്ലൈറ്റ്ലി വീക്കാണ്. എന്നിരുന്നാലും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം സിൽവറും കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പർ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. അലുമിനിയം സിങ്കും സ്ലൈറ്റ്ലി വീക്കാണ് വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ വീക്ക് ടു വീക്കും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഗ്യാസ് വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. വീക്ക് ടു വീക്കും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ചയും വീക്ക് ടു വീക്കും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ജനറൽ ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളും റെസിപ്രോക്കൽ താരിഫ് അനൗൺസ്മെൻറ്റുകളും തന്നെയാണ് മാർക്കറ്റിൽ വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അടുത്ത ദിവസങ്ങളിലും കാണാം. നമ്മളെ സംബന്ധിച്ച് നാളെ പെരുന്നാൾ പ്രമാണിച്ച് നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റ് വൊളാറ്റിലിറ്റിയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അതിനു മുമ്പ് ട്രംപ് എന്തൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നതെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് എന്തെങ്കിലും ഡ്യൂട്ടി റിലാക്സേഷനൊക്കെ അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടിന്മേൽ വരുത്തുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള വൊളാറ്റിലിറ്റി നമുക്ക് അതാത് സെക്ടറുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. എമർജിങ് പോർട്ട്ഫോളിയോ റിസർച്ചിൻ്റെ കണക്ക് പറയുന്നത് മാർച്ച് 26 അവസാനിച്ച ആഴ്ചയിൽ US ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് ധാരാളം ഔട്ട്ഫ്ലോസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഔട്ട്ഫ്ലോസ് ഒക്കെ യൂറോപ്പ് അതുപോലെ തന്നെ എമർജിങ് മാർക്കറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് അവർ നൽകുന്നത്. അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ ന്യൂസൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. ഒപ്പം വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ വീണ്ടും വൊളാറ്റിലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ന്യൂസ് ഫ്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലൊരു വൊളാറ്റിലിറ്റി കാണും. അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഒരുപക്ഷെ മറ്റു മാർക്കറ്റുകളിലും കാണാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇനി April 2 ലിബറേഷൻ ഡേ ആണ്. എന്താണ് ട്രംപ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. നമ്മൾ യൂറോപ്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് സ്റ്റോക്സ് 600 ഇൻഡെക്സ് S&P 500-നേക്കാളും 17% ബെറ്റർ ആയിട്ടാണ് ക്വാർട്ടർ 1 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എൻഡ് ചെയ്ത് ക്വാർട്ടർ 1 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ധാരാളം ഫണ്ടുകൾ യൂറോപ്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഒപ്പം യൂറോപ്യൻ കൺട്രികളുടെ തീരുമാനമുണ്ട് ഡിഫൻസ് സെക്ടറിൽ വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ യൂറോപ്പിൽ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമാണ് ഡിഫൻസ് സെക്ടർ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റോക്കുകളിലൊക്കെ കാണുന്നത്. കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഒപ്പം നമ്മൾ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന വലിയ രീതിയിലുള്ള റെഗുലേറ്ററി മെഷേഴ്സൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് ഓഫ് ചൈന ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കും എന്ന തരത്തിൽ റൂമറുകൾ
ഇൻ്റർനെറ്റിൽ കൂടെ ആരെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷബിൾ ആണെന്നുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റെഗുലേറ്ററി മെഷേഴ്സ് ടൈറ്റൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചുള്ള ടോക്കുകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അമേരിക്കയുടെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂവിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മൂവ്. തീർച്ചയായിട്ടും ഇതൊക്കെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ചൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ഇത് പൊതുവെ എമർജിംഗ് മാർക്കറ്റുകൾക്കും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത് എന്നുള്ളൊരു വിലയിരുത്തലാണുള്ളത്. ഇനി നമ്മൾ പല സെക്ടർ പെർഫോമൻസ് ഗ്ലോബലിയൊക്കെ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് വിൻഡ് പവറിനെ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പവറിനെയൊക്കെയാണ്. വിൻഡായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ജർമ്മനിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വിൻഡിൻ്റെ ശക്തി കുറഞ്ഞ കാരണം വിൻഡ് പവർ ജനറേഷൻ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജർമ്മനിക്ക് വീണ്ടും നാച്ചുറൽ ഗ്യാസിനെയും അതുപോലെ തന്നെ ഡീസലിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യമാണ് വന്നിരിക്കുന്നത്, കോളിനെയൊക്കെ. അതുകൊണ്ട് തന്നെ വിൻഡ് പവറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ എങ്ങനെയാണ് പ്രകൃതി മാറാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ റിസ്ക് ഇത്തരത്തിലുള്ള സെക്ടറിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ടെങ്കിൽ പോലും ജർമ്മനി ഇപ്പോഴും വിൻഡ് പവർ ഇൻസ്റ്റലേഷൻ 2030 വരെ വലിയ രീതിയിൽ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവേ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോളേജ് ഡിസമിനേഷന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജപ്പാനിൽ ക്രിപ്റ്റോ കറൻസികളെ ഫിനാൻഷ്യൽ അസറ്റായിട്ട് അംഗീകരിക്കാൻ പോവുകയാണ്. അടുത്ത 2026 ജനുവരിയോട് കൂടിയിട്ട് അതിനുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതാണ് ജപ്പാനിൽ നിന്ന് ഇന്ന് വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ക്രിപ്റ്റോ അസറ്റിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതേസമയം ഈ ക്രിപ്റ്റോ അസറ്റുകളെ മുഴുവൻ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ റെഗുലേഷൻ്റെ അണ്ടറിലും കൂടി ഉൾപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റെഗുലേറ്ററി മെഷേഴ്സൊക്കെ ജപ്പാൻ അനൗൺസ് ചെയ്യുന്നുള്ള സൂചനകളാണ് ഇതുകൊണ്ട് കിട്ടുന്നത്. ഇനി നമ്മൾ നമ്മുടെ മാർക്കറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം അതല്ലെങ്കിൽ കഴിഞ്ഞ ധനകാര്യ വർഷം മാർച്ച് 31 നമ്മുടെ ധനകാര്യ വർഷം 24-25 അവസാനിച്ചു. നമ്മൾ ഈ ധനകാര്യ വർഷത്തിലെ നമ്മുടെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 5.11% ബെറ്ററായിട്ടും അതുപോലെ തന്നെ സെൻസെക്സ് 5.34% ബെറ്ററായിട്ടാണ് മാർച്ച് 31 അവസാനിച്ച ധനകാര്യ വർഷത്തിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അതേസമയം ബാങ്ക് നിഫ്റ്റി 9.42% ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ധനകാര്യ വർഷം. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ നിഫ്റ്റിയും സെൻസസും ബെറ്ററായിട്ട് ക്ലോസ് ചെയ്യാനുള്ള കാരണം മാർച്ച് മാസത്തിൽ നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും ഫെബ്രുവരി മാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി 6.3%, അതുപോലെ തന്നെ സെൻസെക്സ് 5.76% ബെറ്ററായിട്ടാണ് മാർച്ച് മാസത്തിൽ മാത്രം ക്ലോസ് ചെയ്തിരുന്നത്. അപ്പം മന്ത് ടു മന്ത് ഗെയിനാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ധനകാര്യ വർഷം 24-25 ധനകാര്യ വർഷത്തിൽ ഗെയിനിന് ഹെൽപ്പ് ചെയ്തിട്ടത്. ഇനി നമ്മൾ മാർച്ച് മാസത്തിൽ ഈ ഗെയിൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ധനകാര്യ വർഷം നെഗറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്തിരുന്നേനെ. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 28 വരെ നമ്മൾ കണ്ടിന്യൂസ് 5 മാസത്തെ ഫാളായിരുന്നു. മാർച്ചിൽ നമ്മളത് റിക്കവർ ചെയ്തിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വാല്യുവേഷനിൽ വന്നിട്ടുള്ള മാറ്റമാണ്. നമ്മൾ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ നമ്മുടെ മാർക്കറ്റ് സെൽ ഓഫ് വന്നത് നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ വളരെ ഹൈ ആണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻ നോർമൽ ലെവലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 5 ഇയർ ആവറേജിനേക്കാളും താഴെയാണ്, 6 മന്ത് ആവറേജിനേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു കംഫർട്ടബിൾ ലെവലിലേക്ക് വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്ലോബലി വലിയ രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ടായാൽ പോലും അത്ര ഇൻറ്റൻസിറ്റി ഉള്ളൊരു ഫാളൊന്നും നമ്മുടെ
നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ തന്നെ NBFCകളായ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെയാണ് വലിയ രീതിയിൽ ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ നിഫ്റ്റി സെൻസസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. പൊതുവെ ഫിനാൻഷ്യൽ സർവീസസ് സ്റ്റോക്കുകൾ തന്നെയാണ് എല്ലാ കാലങ്ങളിലും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാറ്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ LNT താഴെയാണ് നമ്മൾ ഇയർ ടു ഇയർ ധനകാര്യ വർഷം കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ NBSE രംഗത്ത് ഒരു പക്ഷേ ഒരു എമർജിങ് സ്റ്റാറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പൂനാവാല ഫിൻകോർപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ധനകാര്യ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ വീക്കായിട്ടാണ് മാർച്ച് 31 ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ഈ ധനകാര്യ വർഷം 25-26 ധനകാര്യ വർഷം പെർഫോം ചെയ്യുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസുകളെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി നമുക്ക് ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫുകൾ, അതുപോലെ തന്നെ നമ്മുടെ Q4 റിസൾട്ടുകൾ, അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകൾ, ഇതൊക്കെ ഏപ്രിൽ 2nd വീക്കോട് കൂടിയിട്ട് അനൗൺസ്മെൻറ്റുകൾ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾക്ക് ശേഷമാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റ് ആക്ടിവിറ്റി വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ റെസിപ്രോക്കൽ താരിഫിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ കൂടിയുണ്ട്. ഒപ്പം നമ്മൾ അമേരിക്കയും ഇന്ത്യയും നമ്മളുടെ ട്രേഡ് ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ 23-24 നമ്മൾ ട്രേഡ് ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ വാല്യുവേഷൻ വരുന്നത് $119.71 ബില്യൺ ആണ്. എക്സ്പോർട്ട് $77.5 ബില്യൺ, ഇമ്പോർട്ട് $42.19 ബില്യൺ ആണ്. ട്രേഡ് സർപ്ലസ് വന്നിരിക്കുന്നത് $35.3 ബില്യൺ ആണ്. ട്രംപും അതുപോലെ തന്നെ നമ്മുടെ PM-ആയിട്ടുള്ള ഡിസ്കഷനിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തോത് $500 ബില്യൺ വരെ 2030 ആകുമ്പോഴേക്കും ഉയർത്തേണ്ടതാണ്. അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അമേരിക്ക എപ്പോഴും പറയുന്നത് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനേക്കാളും വലിയ രീതിയിലുള്ള താരിഫാണ്, ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അത് കുറയ്ക്കണമെന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളും ഡ്യൂട്ടിയൊക്കെ ലഘൂകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് താരിഫ് കിങ്ങുകൾ. അത് ട്രംപിൻ്റെ ആരോപണം ശരിയാണ്. നമ്മുടെ കമ്പനികളെയും നമ്മുടെ എക്കണോമിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയാണ്. പക്ഷേ ഇത് പൊതുവെ ലോങ് റണ്ണിൽ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കാനായിട്ട് ഇടയില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുള്ള ആക്ഷൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ധാരാളം താരിഫ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ താരിഫുകൾ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ ഒരു പക്ഷേ നാളെയോ മറ്റന്നാളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഇമ്പാക്റ്റൊക്കെ പല സെക്ടറിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അമേരിക്കയിലേക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ നടത്തുന്ന സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഡ്രഗ് ആൻഡ് ഫോർമുലേഷൻസ് ആണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ടെലികോം എക്യുപ്മെൻറ്റുകൾ, അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ പ്രോഡക്റ്റുകൾ, ഗോൾഡ് ജുവലറി ഐറ്റംസ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂഡ് ഓയിലുണ്ട്, അതുപോലെ തന്നെ കോളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിലൊക്കെ അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റുകളൊന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ 2021 മുതൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്മാർട്ട് മീറ്ററിങ്. ധാരാളം ആക്ടിവിറ്റീസൊക്കെ ഈ സെഗ്മെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വളരെ സ്ലോ ആണ് സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷനാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും നമ്മൾ 5-6% ആയിട്ടുള്ളൂ. 2026 ഏപ്രിൽ 1 ഗവൺമെൻറ് തന്നെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന 25 കോടി സ്മാർട്ട് മീറ്റേഴ്സാണ്. പക്ഷേ ഇത് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിൽക്കുന്നത്. സ്മാർട്ട് മീറ്റർ രംഗത്ത് വലിയ രീതിയിൽ സ്മാർട്ട് മീറ്റർ പവർ സെക്ടർ രംഗത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ബെനിഫിറ്റാണ് പവർ ട്രേഡിംഗ് കമ്പനികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്കൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. ധാരാളം പവർ തെഫ്റ്റൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റുകളുടെ കോപ്പറേഷൻ ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ സ്ലോ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. എക്യുപ്മെൻറ്റ് അവൈലബിലിറ്റി കുറവാണ്. എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ധാരാളം ക്യാപെക്സ് ആവശ്യമാണ്. കാരണം ഒരു പ്രാവശ്യം ഈ മീറ്ററുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ റിക്വയർമെൻറ്റ് വളരെ കാലം എടുക്കും. അതുകൊണ്ട് തന്നെ കമ്പനികൾ റിലക്റ്റൻ്റ് ആണ് വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. എന്നിരുന്നാലും ധാരാളം കമ്പനികൾ ഈ സെക്ടറിലും സ്പെൻഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ജനസ്, അതുപോലെ തന്നെ അഡാനി എനർജി സൊല്യൂഷൻസ്, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. നമ്മൾ ജപ്പാനിലത്തെ സ്മാർട്ട് മീറ്റർ റിലേറ്റഡ് പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 100% ജപ്പാൻ സ്മാർട്ട് മീറ്ററിങ്ങോടെയാണ് പവർ മീറ്റർ അല്ലെങ്കിൽ പവർ റീഡ് ചെയ്യുന്നത്. അമേരിക്കയിൽ 73% ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ ആവറേജ് 43%. നമ്മൾ 6-7% ഇപ്പോഴും എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്മാർട്ട് മീറ്ററിനൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ സാംസങ് പുതിയൊരു ഇന്നോവേഷനായിട്ട് വന്നിരിക്കുകയാണ്. 9 ഇഞ്ചിൻ്റെ ഒരു TV സ്ക്രീനും കൂടി സാംസങ്ങിൻ്റെ പുതിയ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ ഈ സ്ക്രീനിൽ കൂടി സാംസങ്ങിന് AI ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ എവിടെയാണ് കളഞ്ഞു പോയിരിക്കുന്നത്, എവിടെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ AC, അതുപോലെ തന്നെ വിൻഡോ ബ്ലൈൻഡ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വളരെ കേപ്പബിലിറ്റിയുള്ള AI ആണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ലോഞ്ച് ചെയ്യുക പുതിയ ഇന്നോവേഷൻസ്, AI റിലേറ്റഡ് ഇന്നോവേഷൻസ് കൺസ്യൂമർ ഡ്യൂറബിളിലും വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഇൻഫ്ലോ തന്നെ ഭാവിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ 156 ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ ഉണ്ടാക്കാനുള്ള ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. 62,000 കോടി രൂപയാണ് ഓർഡർ സൈസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, മസഗൺ ഡോക്ക്, അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ധാരാളം ഓർഡേഴ്സ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലൊക്കെ ഈ കമ്പനികളുടെ പെർഫോമൻസിന് ആവശ്യമായുള്ള ഓർഡേഴ്സ് കയ്യിലുണ്ട്. ഈ കമ്പനികളെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ളൊരു ന്യൂക്ലിയർ ഡീലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്മോൾ ആൻഡ് മോഡുലർ റിയാക്ടേഴ്സ് ഉണ്ടാക്കാനുള്ള തീരുമാനം നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ എടുത്തിരുന്നു. 5 സ്മോൾ ആൻഡ് മീഡിയം മോഡുലർ റിയാക്ടർ ഉണ്ടാക്കാനുള്ള തീരുമാനമാണ് 2033 മുമ്പെങ്കിലും. അപ്പോൾ ഈ 5 SMRകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് ടെക്നോളജി നോഹൗ വേണം. അപ്പോൾ അമേരിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി ഉണ്ട്, ഹോൾട്ടെ ഇൻ്റർനാഷണൽ. അവരാണ് ഇപ്പോൾ ഓൾറെഡി അവർ സബ്സിഡിയറി നമ്മുടെ ഗുജറാത്തിലൊരു സ്മോൾ ആൻഡ് മീഡിയം റിയാക്ടർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ L&T ടാറ്റ ആയിട്ട് ഒരു ടെക്നോളജി ട്രാൻസ്ഫറിനുള്ള ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും L&Tനെ സംബന്ധിച്ചും ടാറ്റ ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി രംഗത്ത് ക്ലീൻ എനർജി ഉണ്ടാക്കാനായിട്ട് 2047 നമ്മൾ 100 ഗിഗാവാട്ട് ക്ലീൻ എനർജി ന്യൂക്ലിയർ പവറിൽ കൂടെ ഉണ്ടാക്കുന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ അനൗൺസ്മെൻറ്റുകൾ. പ്രത്യേകിച്ച് L&Tനെ സംബന്ധിച്ച്. L&Tയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഓർഡർ ബാഗ് ചെയ്തിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് L&T. നമ്മൾ ഇയർ ടു ഇയർ കഴിഞ്ഞ ധനകാര്യ വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 7-8% താഴെയാണ് L&T ട്രേഡ് ചെയ്യുന്നത് ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ന്യൂസൊക്കെ L&Tനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പവർ താരിഫ് കുറവ് ഡാറ്റാ സെൻറ്ററുകൾക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള പോളിസികളാണ് ഡാറ്റാ സെൻറ്ററിന് ഫേവറായിട്ട് എടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഈ 2E നെറ്റ്വർക്ക്, അനന്തരാജ് ഇൻഡസ്ട്രീസ്, ബ്ലാക്ക് ബോക്സ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചത് പോസിറ്റീവാണ്. പക്ഷേ ഗ്ലോബലി ഡാറ്റാ സെൻറ്റർ എക്സസ് കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ താഴെ
താഴെ പോയിരുന്നു. ഒപ്പം ചൈനീസ് ഡീപ്സി കാർബൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഡാറ്റാ സെൻറ്ററുകളുടെ കപ്പാസിറ്റി അത്രയധികം ആവശ്യമില്ല എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ വന്നിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഇന്ത്യയിലുള്ള ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ ലോക്കലൈസേഷൻ റിലേറ്റഡ് റൂൾസുകൾ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗവൺമെൻറ് ഡാറ്റ ലോക്കലൈസേഷനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഡാറ്റാ സെൻറ്റർ സ്റ്റോക്കുകളെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവാണ്. അപ്പം നേരത്തെ പറഞ്ഞുള്ള ഈ 2E നെറ്റ്വർക്ക്, അനന്തരാജ് ഇൻഡസ്ട്രീസ്, ബ്ലാക്ക് ബോക്സ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്വാഡ്രൻറ്റ് ഫ്യൂച്ചർ ടെക് ലിമിറ്റഡ് റെയിൽവേ റിലേറ്റഡ് ഒരു സ്റ്റോക്കും കൂടിയാണ്. കേബിൾ ആൻഡ് വയേഴ്സ് റെയിൽവേക്ക് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. അവർക്ക് കവച് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഓർഡറും കൂടി കിട്ടിയിരിക്കുകയാണ്. 155.93 കോടി രൂപയുടെ ഓർഡറാണ് റെയിൽടെല്ലിൽ നിന്നാണ്. തീർച്ചയായിട്ടും ഈ കമ്പനീനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് ന്യൂസാണ്. HBL എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് വീണ്ടും ഒരു കവച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 500 കോടി രൂപയുടെ ഓർഡറാണ് കഴിഞ്ഞ ദിവസം ബാങ്ക് ചെയ്തത്. ഈ കമ്പനീനെ സംബന്ധിച്ചും ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓവറോൾ നമ്മൾ മാർച്ചിൽ നോക്കുകയാണെങ്കിൽ 3973 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സാണ്. ഫെബ്രുവരിയിൽ അത് 34,574 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ജനുവരിയിൽ 78,027 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ മാർച്ചിൽ ഒരു മൈനർ സെല്ലിംഗ് ഉണ്ട്. പക്ഷേ മാർച്ച് 2nd, 3rd വീക്കിൽ അല്ലെ 3rd, 4th വീക്കിലൊക്കെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിലാണ് ബൈയിങ് ആരംഭിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഏപ്രിലും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ന്യൂസാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷർ കുറഞ്ഞ് അവർ ബൈയിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ F&R റോൾ ഓവറൊക്കെ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ലോങ് പൊസിഷനൊക്കെ കൂടിയിരിക്കുകയാണ്. ഇതും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. 22,920 കോടി രൂപ വർത്തുള്ള സബ്സിഡി സ്കീമുകളാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള പ്രൊഡക്റ്റുകളായ ഡിസ്പ്ലേ യൂണിറ്റുകൾ, അത്തരത്തിലുള്ള എല്ലാ പ്രിൻ്റർ സർക്യൂട്ട് ബോർഡുകൾ, ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റിലുള്ള ബെനിഫിറ്റ്സാണ് ഈ സ്കീമിൽ കൂടെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. PG ഇലക്ട്രോൺ പ്ലാക്സ്റ്റ്, അതുപോലെ തന്നെ ഡിക്സൺ, അതുപോലെ തന്നെ സിർമ, SGS, EPAC ഡ്യൂറബിൾസ്, സൈൻഡ് DLM, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചും ഈ റിലേറ്റഡ് സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് വളരെ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. മാർക്കറ്റിൽ, അമേരിക്കൻ മാർക്കറ്റിൽ ഉള്ള വളാട്ടിലിറ്റി ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി സേഫാണ്. നമ്മളൊരു കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. ഗ്ലോബൽ വളാട്ടിലിറ്റിക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മൾ വളരെ സേഫാണ് മറ്റ് രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒപ്പം നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻ കമ്പാരിറ്റീവ്ലി ബെറ്റർ പ്ലേസ്ഡാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകളിൽ നിന്നൊക്കെ മാറി മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യാതെ അറ്റ് എവരി റൈസിൽ ഷോർട്ട് ടു മീഡിയം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കാരണം ധാരാളം ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ ആക്ടിവിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെലിവറിയൊക്കെ ബൈ നടന്നിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റർ DM
കേരളത്തിൽ നിന്നുള്ള ഹോസ്പിറ്റൽ ചെയിനാണ്. അവരുടെ ഓൾ ഓവർ ഇന്ത്യ വേറൊരു കമ്പനി ആയിട്ടുള്ള മെർജറിൻ്റെ അനൗൺസ്മെൻറ്റുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ മെർജർ റിയാലിറ്റി ആയിക്കഴിഞ്ഞാൽ ആസ്റ്റർഡെയിം സെക്കൻഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിനായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത് ലോങ് റണ്ണിൽ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ബെയർ ക്രോപ്പ് സയൻസ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ മറ്റൊരു സ്റ്റോക്ക് ധാരാളം ഡെലിവറി കണ്ടത്. കാരണം AI വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ക്രോപ്പ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ക്രോപ്പ് പ്രൊഡക്ട്സിന് ഇമ്പാക്റ്റ് വന്നിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഈ കമ്പനി ഏനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്രോപ്പ് പോളിസിയാണ് ഫോർമുലേറ്റ് ചെയ്തത്. അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. അതും പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. PC ജുവല്ലേഴ്സ് ഈ വർഷം അവരുടെ 100% ഡെറ്റും കൊടുത്തു തീർക്കുന്നതാണ് പറയുന്നത്. വാറണ്ട് കൺവെർഷനിൽ കൂടെ അതിനുള്ള തുക വരും. അതോടൊപ്പം തന്നെ പെർഫോമൻസ് കൂടുന്നതാണ് അവർ പറയുന്നത്. 55 സ്റ്റോറുകളുണ്ട് 15 സ്റ്റേറ്റിലായിട്ട്. PC ജുവല്ലേഴ്സിനെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവാണ്. ഒപ്പം ഹാൽഡിറാം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സ്നാക്സ് കമ്പനിയാണ്. 10% അവരുടെ സ്റ്റേക്ക് വിറ്റിരിക്കുന്നത് 8000 കോടി രൂപയ്ക്കാണ്. തെമാസക്കിനാണ് വിറ്റിരിക്കുന്നത്. ഇനിയും 5-6% കൂടി സ്റ്റേക്ക് വിറ്റേക്കാം. അത് അബുദാബി ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് വാങ്ങുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെ മാർക്കറ്റിൽ ധാരാളം ഉണ്ട്. ഇനി കഴിഞ്ഞ വർഷത്തെ ധനകാര്യ വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ കൊടുത്തുള്ള ഡോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ദീപക് ഫെർട്ടിലൈസർ ഉണ്ട്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഉണ്ട്, ആംബർ എൻ്റർപ്രൈസസ് ഉണ്ട്, PTM ഉണ്ട്. അതേസമയം പല സ്റ്റോക്കുകളും ധാരാളം താഴെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ. സൺഫാർമ റിസർച്ച്, ഇൻഡസിൻഡ് ബാങ്ക് 56% കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ നെഗറ്റീവ് വന്നിരിക്കുന്നത്. അഡാനി ഗ്രീൻ 47% താഴെയാണ് നമ്മൾ ധനകാര്യ വർഷത്തിലെ പെർഫോമൻസ് നോക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ധാരാളം ബീറ്റൻ ഡൗൺ ആയിട്ട് സ്റ്റോക്കുകളൊക്കെ ഒരു പക്ഷേ ഈ ധനകാര്യ വർഷം റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ Q4 റിസൾട്ടുകൾ, ആനുവൽ റിസൾട്ടുകൾ, ട്രംപിൻ്റെ താരിഫ് ഇമ്പാക്റ്റുകൾ, ഇതൊക്കെയാണ് അടുത്ത ദിവസങ്ങളിലും മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് വാല്യുവേഷൻ വളരെ ഫേവറബിളാണ്. അപ്പോൾ ബെറ്റർ ഡേയ്സ് ആണ് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.